Okay, listen. We are discussing about the animal friends. Our animal friends. There are different. മിസ്സേ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല? ഇപ്പം കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആയി അല്ലേ? സോറി. Okay, listen. We are discussing about the animal friends. Our animal friends. Can you hear me? Clear? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Okay. There are different kinds of animals. Some animals are very big animals and some animals are very small animals. So, there are big animals and small animals. What are the examples of big animals? ഏതൊക്കെയാണ് big animals? നീലാഞ്ജന. Which are the big animals? Elephant, bear, giraffe, lion. Okay. Elephant, bear, giraffe, lion are the examples of big animals. Then some animals are very small animals. ഏതൊക്കെയാണ് small animals? മുഹമ്മദ് മുബ്ദാസിം. ഏതൊക്കെയാണ് small animals? Unmute ചെയ്യൂ മോനെ. Okay. Mongoose, cat, sparrow and squirrel. Mongoose, cat, sparrow and squirrel are the examples of small animals. So, there are different kinds of animals. Some animals are very big and some animals are very small. Okay. നമ്മുടെ ചുറ്റും ഒരുപാട് മൃഗങ്ങളുണ്ട്. അതിലെന്താണ് കുറേ വലിയ ആനിമൽസ് ആണ് അല്ലേ? കുറെ എണ്ണം വളരെ വലുതാണ് അല്ലേ? ചിലത് എന്താണ് വളരെ ചെറിയ ആനിമൽസും ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ബിഗ് ആനിമൽസ് മോളെ ഇഷിക? Which are the big animals? Unmute ചെയ്തേ. Okay. Elephant, bear, giraffe, lion. Okay. Elephant, bear, giraffe and lion. Elephant, bear, giraffe, lion are the examples of big animals. And what are the small animals? Shaubara, what are the small animals? Squirrel, mongoose, cat, Sparrow, squirrel. Mongoose, cat, sparrow and squirrel. Mongoose എന്താണ്? കീരി. Cat നമുക്കറിയാം പൂച്ച. Then sparrow കുരുവി. Squirrel അണ്ണാൻ അല്ലേ? മരത്തിന്റെ മുകളിലൊക്കെ ചാടി ചാടി പോകുന്ന അണ്ണാനെ കണ്ടിട്ടില്ലേ? ഇപ്പൊ വളരെ റെയർ ആണല്ലേ? ഇപ്പൊ അതിനൊന്നും അങ്ങനെ കാണാനില്ല. പണ്ടൊക്കെ എന്താണ് ഒരുപാട് സ്ക്വിറൽസ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് വളരെ കുറവാണ്. കണ്ടിട്ടുണ്ടോ എല്ലാവരും? കണ്ടിട്ടുണ്ടോ? യെസ്, കുറെ പേര് കണ്ടിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സ്മാൾ ആനിമൽസ് ആൻഡ് ബിഗ് ആനിമൽസ് ആർ എലിഫന്റ്, ബിയർ, ജിറാഫ് ആൻഡ് ലയൺ. ദെൻ we are going to study about the wild animals and pet animals. There are different kinds of animals, such as some animals are very big and some animals are very small animals. Then we are going to study about the wild animals and the pet animals. നമ്മൾ ഇപ്പോൾ പറഞ്ഞു
ഒരുപാട് തരത്തിലുള്ള എന്തുണ്ട് ആനിമൽസ് ഉണ്ട്. കുറെ എണ്ണം എന്താണ് കാണാൻ വളരെ വലുതാണ്, കുറെ എണ്ണം വളരെ ചെറുതുമാണ്. അതില് വളരെ വലിയ ആനിമൽസ് ഏതൊക്കെയാണ്? എലിഫന്റ്, ലയൺ, എലിഫന്റ്. സോ ലയണും എന്താണ്? ലയൺ, ബിയർ, ജിറാഫ്, ഇതൊക്കെ എന്താണ്? ബിഗ് ആനിമൽസ് ആണ്, വളരെ വലുതാണ് അല്ലേ അവരെ കാണാൻ വേണ്ടി. ദെൻ സ്മോൾ ആനിമൽസ് ആർ മംഗൂസ്, ക്യാറ്റ്, സ്പാരോ ആൻഡ് സ്ക്വിറൽ. ഇതൊക്കെ ചെറിയ ജീവികളുമാണ്. ദെൻ ഈ ചെറുതിലും വലുതിലും എന്തുണ്ട്? വൈൽഡ് ആനിമൽസും ഉണ്ട്, പെറ്റ് ആനിമൽസും ഉണ്ട്. What about wild animals? Do you heard about wild animals? എന്താണ് wild animals? കേട്ടിട്ടുണ്ടോ അതെന്താണെന്ന്? അറിയാമോ ഐഫൂന, എന്താണ് wild animals? Wild animals. പുലി. ഓക്കെ ഓക്കെ മോളെ, വൈൽഡ് ആനിമൽസ് എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് മിസ് ചോദിച്ചത് അല്ലേ. ഈ സീബ്ര, ടൈഗർ, റൈനോ ഇതൊക്കെ എന്താണ്? വൈൽഡ് ആനിമൽസ് ആണ്. പക്ഷെ വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എവിടെയുള്ള മൃഗങ്ങളെയാണ് നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയാ എന്നാണ് ചോദിച്ചത്. എവിടെയുള്ളതാണ് റിച്ചാർഡ്? എങ്ങനത്തെ ആനിമൽസിനെയാണ് നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്നത്? കാട്ടുമൃഗങ്ങൾ. കാട്ടുമൃഗങ്ങൾ അല്ലേ. കാട്ടിൽ തന്നെ ഉണ്ടാവുന്ന മൃഗങ്ങളെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് പറയാ, വന്യമൃഗങ്ങൾ എന്ന് പറയും. കാട്ടിൽ തന്നെ താമസിക്കുന്ന ആനിമൽസിനെയാണ് നമ്മൾ അങ്ങനെ പറയാറല്ലേ. സം ആനിമൽസ് lives in the jungle, they are called wild animals. Animals lives in jungle is called wild animal. അതായത് കാടുകളിൽ മാത്രം കാണുന്ന മൃഗങ്ങൾ അല്ലേ, വന്യമൃഗങ്ങൾ. അതായത് വനത്തില് കാണുന്ന മൃഗങ്ങൾ അല്ലേ, കാടുകളിൽ ഉണ്ടാകുന്ന മൃഗങ്ങളെയാണ് നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയാം. ആനിമൽസ് lives in jungle is called wild animals. എന്തൊക്കെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് നമുക്ക് നോക്കാം. സീബ്ര. സീബ്ര എന്താണ്? ഒരു വൈൽഡ് ആനിമൽ ആണ് അല്ലേ. സീബ്രനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സീബ്ര കണ്ടിട്ടുണ്ടോ? അതിനെ കാണാൻ സാധ്യത എന്താണ്? കുറവാണ് അല്ലേ സീബ്രയെ. എന്താണ് അയാൻ വിജേഷ്, എന്താണ് സീബ്ര? സീബ്ര എന്ന് വെച്ചാൽ എന്താണ് മോനെ അയാൻ? എന്താണ് കണ്ടിട്ടുണ്ടോ സീബ്രനെ? സീബ്ര എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്. എന്താണ് അതിന് പറയാറ്? നമ്മൾ മലയാളത്തിൽ അതിനൊരു പേരൊക്കെ പറയാറുണ്ടല്ലേ. എന്താണ്? ഓക്കെ ലിസൺ. നമ്മള് എന്താണ് റിച്ചാർഡിനെ അറിയാമോ? റിച്ചാർഡ് ആരാണ്? നമ്മുടെ മുഹമ്മദ് മുബ്ദാസിം കൈ പൊക്കിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം അല്ലേ. വരയൻ കുതിര എന്ന് പറയുമല്ലേ സീബ്രയെ നമ്മള്. വരയൻ കുതിര എന്ന് കേട്ടിട്ടുണ്ടോ? സീബ്രയ്ക്ക് എന്താണ്? അതിന്റെ ദേഹത്ത് നിറയെ വരയാണുള്ളത് അല്ലേ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലൈൻസ്. അതുകൊണ്ട് അതിനെ വരയൻ കുതിര എന്ന് പറയും. സീബ്ര വരയൻ കുതിര. അത് കാണാൻ എങ്ങനെയാണ്? നിറയെ വരയാണ് അല്ലേ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലൈൻസ് ഉണ്ട് അതിന്റെ ദേഹത്ത്. സോ വി കോൾഡ് വരയൻ കുതിര സീബ്ര. കുതിരയെ പോലെ തന്നെയാണ്. അതിനുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ സാധാരണ കുതിരയെ പോലെയല്ല, അതിന്റെ ദേഹത്ത് നിറയെ എന്താണ്? വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലൈൻസ് ആണുള്ളത്. ഇതുപോലെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലൈൻസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലുള്ള ലൈൻസ് എവിടെയെങ്കിലും ഇതേപോലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് എവിടെയാണ് കണ്ടത്? ദേവാങ് കണ്ടിട്ടുണ്ടോ? ദേവാങ് എവിടെയാണ്? ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓക്കെ, അൻവിത എവിടെയാ കണ്ടിട്ടുള്ളത് മോളെ? റോഡില് കണ്ടിട്ടുണ്ട് അല്ലേ.
സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ? സീബ്ര ക്രോസ്. റോഡിന്റെ മുകളിൽ ഇങ്ങനെ ബ്ലാക്ക് വൈറ്റ് ലൈൻസ് കാണാമല്ലേ ചില സ്ഥലത്ത്. അത് എന്തിനാണെന്ന് അറിയാമോ? ലൈൻസ് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് എന്തിനാണ്? നോ ഐഡിയ. ഓക്കെ, അത് എന്തിനാണെന്ന് വെച്ചാല് നമ്മള് കാൽനട യാത്രക്കാർക്ക് എന്തിനാണ്? റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ? നമ്മള് സീബ്ര ക്രോസിംഗിലൂടെ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലേ? നമ്മളല്ലാതെ റോഡിന്റെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പോയാൽ എന്താവും? ആക്സിഡന്റ് ഉണ്ടാവും അല്ലേ? വരുന്ന വാഹനങ്ങളൊന്നും ശ്രദ്ധിക്കില്ല അല്ലേ നമ്മൾ പോകുന്നത്. ബട്ട് സീബ്ര ക്രോസിംഗിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്താണ്? ദൂരേന്ന് വരുന്ന വണ്ടിയും കൊണ്ട് വരുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും അല്ലേ? സീബ്ര ക്രോസിംഗ് എന്ന് വെച്ചാല് റോഡിന്റെ മുകളിൽ ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. ഓക്കെ, സീബ്ര ക്രോസിംഗ് അല്ലേ? അപ്പൊ അതെന്താണ്? വൈറ്റും ബ്ലാക്കും ലൈൻസ് ആയതുകൊണ്ട് എന്താണ്? കാണാൻ ജസ്റ്റ് ലൈക്ക് എ സീബ്ര. സോ വി കോൾഡ് ദ സീബ്ര ക്രോസ്. അതങ്ങനെ ബ്ലാക്കും വൈറ്റും ലൈൻ ആയതുകൊണ്ടാണ് അതിന് സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ സീബ്രയുമായിട്ട് അതിന് റിലേഷൻ ഒന്നും ഇല്ല അല്ലേ? പക്ഷെ that does look like a zebra, so we called that zebra cross. അത് കാണാൻ ഒരു സീബ്രനെ പോലെ വരകൾ ഉണ്ട്, ലൈൻസ് ഉണ്ട്. സോ നമ്മൾ അതിനെ okay, so നമ്മൾ അതിനെ zebra cross എന്ന് പറയുന്നു. Then next one, tiger. അടുത്ത എന്താണ്? ടൈഗർ അല്ലേ? ടൈഗർ is a wild animal. So zebra, tiger, then rhinoceros. സീബ്രയും ടൈഗറും ഒക്കെ എന്താണ്? വൈൽഡ് ആനിമൽ ആണ്. Then rhinoceros. Do you heard about rhinoceros? Rhinoceros എന്ന് വെച്ചാൽ എന്താണ് അറിയാമോ? റൈനോസർ ഇതുപോലുള്ള ഇതിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? റൈനോസേഴ്സ്. സാവിയോ അറിയാമോ മോനെ എന്താണ് റൈനോസേഴ്സ്? ഓക്കെ, ഹിപ്പോപ്പൊട്ടാമസ്. ദെൻ എന്താണ്? നമ്മൾ അതിന് മലയാളത്തിൽ എന്ത്? കാണ്ടാമൃഗം എന്നല്ലേ പറയാ മോനെ സാവിയോ? എന്താണ്? സീബ്ര, ടൈഗർ, റൈനോസേഴ്സ്. ഇതൊക്കെ എന്താണ്? വൈൽഡ് ആനിമൽസ് ആണ്. റൈനോ അല്ലേ? കാണ്ടാമൃഗം അല്ലേ? ദെൻ ഇതൊക്കെ കാടുകളിൽ ഉണ്ടാകുന്ന ആനിമൽസ് ആണ് അല്ലേ? ഇവരൊക്കെ കാടുകളിലാണ് എപ്പോഴും താമസിക്കുക. സീബ്രോ, ടൈഗർ ആൻഡ് റൈനോസേഴ്സ് ആർ ദ വൈൽഡ് ആനിമൽസ്. സോ here we are discussing about the animals lives in jungle, that are zebra, tiger and rhinoceros are the wild animals. ഇത് മാത്രാണോ wild animals? അല്ല അല്ലേ? ലയൺ, ജിറാഫ് ഇതൊക്കെ എന്താണ്? വൈൽഡ് ആനിമൽ ആണ്. ലയൺ, ജിറാഫ്, ലെപ്പേർഡ് ഇതൊക്കെ വൈൽഡ് ആനിമൽസ് ആണ്. കാട്ടിൽ മാത്രം ഉണ്ടാകുന്ന ആനിമൽസ് ഏതൊക്കെയാണോ അതൊക്കെ എന്താണ്? വൈൽഡ് ആനിമൽസ് എന്നാണ് നമ്മൾ അവരെ പറയാറ്. So we studied about the animals lives in jungle and our animals friends. There are different kinds of animals, such as some animals are very big and some animals are very small. So we have studied about the big animals and the small animals. Big animals are elephant, bear, giraffe, lion, and some animals are very small like mongoose, cat, sparrow and squirrel. Mongoose, cat, sparrow and squirrel are the small animals. Then we are studied about the wild animals. Wild animals are the animals lives in the jungle. So the animals lives in the jungle is we called wild animals. Wild animals are zebra, tiger, rhinoceros, lion, leopard ഇതൊക്കെ എന്താണ്? വൈൽഡ് ആനിമൽസ് ആണ് അല്ലേ? Then our pet animals. This is another kinds of animals is our pet animals. Some animals are found near our homes. We keep them as pets.
Pet animals are the animals live with human being in our home. അല്ലേ? നമ്മുടെ വീടുകളിൽ നമ്മുടെ കൂടെ ഇഷിക ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ മോളെ. നമ്മുടെ വീടുകളിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന കുറേ മൃഗങ്ങളുണ്ട് അല്ലേ? നമ്മൾ അവരെ പെറ്റ്സ് ആയിട്ടാണ് വളർത്താറില്ലേ? പെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പെറ്റ്സ്. പെറ്റ്സ് അറിയാമോ? പെറ്റ്സ് ആനിമൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? പെറ്റ് ആനിമൽസ് നമ്മുടെ വളർത്തു മൃഗങ്ങളാണല്ലേ? നമ്മൾ അവരെ എന്താണ് നല്ല കെയർ ഒക്കെ കൊടുത്ത് നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ വീട്ടിൽ വളർത്താറ്. ടൈഗറിനെയും റൈനോസേഴ്സിനെയും ലയണിനെയും ഒക്കെ നമ്മൾ വീടുകളിൽ വളർത്താറുണ്ടോ? നോ, ദേ ആർ വൈൽഡ് ആനിമൽസ്. അവരെന്താണ്? വൈൽഡ് ആനിമൽസ് ആണ്. അവരെപ്പോഴും കാടുകളിൽ തന്നെയാണ് താമസിക്കാറ് അല്ലേ? കാട്ടിൽ തന്നെയാണ് ഉള്ളത്. ദെൻ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കുറേ മൃഗങ്ങളുണ്ട്, പെറ്റ് ആനിമൽസ്. നമ്മൾ ഓമനിച്ച് നല്ല കെയർ ഒക്കെ കൊടുത്തിട്ടാണ് അവരെ വളർത്താറില്ലേ? പെറ്റ് ആനിമൽസ്. നമ്മുടെ കൗ, ഡോഗ്, റാബിറ്റ്. കൗ, ഡോഗ്, റാബിറ്റ് ഇതൊക്കെ എന്താണ്? പെറ്റ് ആനിമൽസ് ആണ് അല്ലേ? നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആനിമൽസ് ആണല്ലേ? സോ വി ആർ സ്റ്റഡീഡ് അബൌട്ട് ദ വൈൽഡ് ആനിമൽസ് and the pet animals. Wild animals are some animals lives in the jungle. We called such animals are wild animals, and the other is pet animals. Some animals are found near our home. നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ കാണുന്ന കുറേ മൃഗങ്ങളുണ്ട് അല്ലേ? നമ്മൾ വളർത്തുന്നതാണ് അവരെ. കൗ, ഡോഗ്, റാബിറ്റ്. നമ്മുടെ പശുവും നായും ഒക്കെ എവിടെയാണ്? കാട്ടിലുണ്ടാകാറുണ്ടോ? നോ, they are in our home, near our home. അവരെവിടെയാണ്? നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെയാണ് ഉണ്ടാവുക അല്ലെ? അവരെയാണ് നമ്മൾ എന്ത് പറയാറ്? പെറ്റ് ആനിമൽസ് എന്ന് പറയാറ്. സോ വി ആർ സ്റ്റഡീഡ് അബൌട്ട് ദ wild animals and pet animals. What are the wild animals? What are the examples of wild animals? ഏതൊക്കെയാണ് wild animals? അമൻ, മാധവ്, which are the wild animals? ഏതൊക്കെയാണ് wild animals? Zebra, tiger, rhinoceros. rhino. Zebra, tiger and rhinoceros are the examples of wild animals. This is not only the wild animals, this is only the examples of wild animals. ഇതെന്താണ്? ഇത് മാത്രമല്ല വൈൽഡ് ആനിമൽസ് അല്ലേ? ഇതെന്താണ്? ഇത് വൈൽഡ് ആനിമൽസിന് ഒരു എക്സാമ്പിൾസ് മാത്രമാണ് അല്ലേ? സീബ്ര, ടൈഗർ, റൈനോസറസ് ഇത് മൂന്നും മാത്രമാണോ വൈൽഡ് ആനിമൽ? നോ, ദിസ് ഇസ് ഓൺലി ഫോർ ദ എക്സാമ്പിൾസ് ഓഫ് വൈൽഡ് ആനിമൽസ്. ഇതൊക്കെ എന്താണ്? വൈൽഡ് ആനിമൽസിനുള്ള ഉദാഹരണങ്ങളാണ് അല്ലേ? ഇവരെ പോലെയുള്ള, അതായത് നമ്മുടെ ലയണും ലെപ്പേർഡും ടൈഗറും ഒക്കെ വൈൽഡ് ആനിമൽസ് ആണ്. ദെൻ pet animals. Pet animals are the animals found near our home. നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ കാണുന്ന, നമ്മൾ നല്ല കെയർ ഒക്കെ കൊടുത്ത് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ആനിമൽസിനെയാണ് എന്ത് പറയാ? പെറ്റ് ആനിമൽസ് എന്ന് പറയാറ്. എന്താണ് മോളെ ഐഫൂന? വളർത്തുമൃഗങ്ങള്. വളർത്തുമൃഗങ്ങള്. പെറ്റ് ആനിമൽസ് എന്ന് വെച്ചാൽ നമ്മൾ വളർത്ത് മൃഗങ്ങളാണ് അല്ലേ? നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്തുന്ന നമ്മുടെ മൃഗങ്ങള്. ദെൻ കൗ, ഡോഗ്, റാബിറ്റ്. കൗ എന്താണ്? പശു അല്ലേ? ഡോഗ് നമ്മുടെ നായ അല്ലേ? പട്ടി, ഡോഗ്. ദെൻ റാബിറ്റ്, മുയൽ. നമുക്കറിയാം അല്ലേ? ആരുടെങ്കിലും വീട്ടിലുണ്ടോ ഇതൊക്കെ? റാബിറ്റ്, ഡോഗ്, കൗ ഒക്കെ ഉണ്ടോ? ആരുടെ വീട്ടിലും ഇല്ലേ? ഓക്കെ, അമൃതയുടെ വീട്ടിലുണ്ട്. എന്താണുള്ളത് മോളെ? കൗ ആണോ, ഡോഗ് ആണോ, റാബിറ്റ് ആണോ? ഏതാണുള്ളത്? ഡോഗ് ഉണ്ട് അല്ലേ? ഓക്കെ, ഡോഗ് ഉണ്ട്. ദെൻ അയാന്റെ വീട്ടില് എന്തോ ഉണ്ട് അല്ലേ? അയാൻ എന്താണ്? ഡോഗ് ആണോ? ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, ഡോഗ് ഉണ്ട്, പശുവും ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, റിച്ചാർഡിന്റെ അടുത്ത് എന്താണ്? റിച്ചാർഡ് Cow and rabbit. Cow and rabbit. Okay, then. Okay, Adina. Which pet animal?
Okay, dog. Okay, dog. പിന്നെ ഇത് സ്നേക്കാ, ഇത് മുതലേ കൊക്കടോ, ഇത് ഫ്രോഗ്. നമ്മുടെ വീട്ടിൽ Okay, എന്താണ് മോളെ ഐഫൂന? വീട്ടിലുണ്ട് റാബിറ്റ് ഉണ്ട് അല്ലേ? ഐഫൂനയുടെ വൈറ്റും ബ്ലാക്കും റാബിറ്റ് ഉണ്ട്. ഓക്കെ, okay. Then wild animals and pet animals. Some animals lives in the jungle is called wild animals, and some animals are found near our home is called pet animals. Okay. Okay, listen. അപ്പോൾ നമ്മൾ പഠിച്ചത് there are different kinds of animals. ഒരുപാട് തരത്തിലുള്ള എന്തുണ്ട്, മൃഗങ്ങളുണ്ട് അല്ലേ? എന്താണ് അഫ്രാസ്? എന്താണ് മോളെ അൻവിത? കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ആണോ? എല്ലാവർക്കും ഉണ്ടോ പ്രോബ്ലം? എന്താണ്? എന്റെ ബാപ്പാന്റെ വീട്ടില് കാറ്റും ഉണ്ട്. ഐഫോണയുടെ എന്താണ് ഫാദറിന്റെ അടുത്ത് എന്തുണ്ട്, ക്യാറ്റും ഉണ്ട് അല്ലേ? ആർക്കാണ് കേൾക്കാത്തത്? അഫ്രാസ് എന്താണ് മോനെ? Some animals are very big animals and some animals are very small animals. Okay, we are discussing about the big animals and small animals. So, what are the examples of big animals? എന്തൊക്കെയാണ് ബിഗ് ആനിമൽസിന്റെ എക്സാമ്പിൾസ്? നമ്മൾ പറഞ്ഞു അല്ലേ? എലഫന്റ്, ബിയർ, giraffe, lion are the examples of big animals, and some animals are very small like mongoose, cat, sparrow, squirrel are small animals. Then wild animals and pet animals. Wild animals are the animals live in jungle and they are called wild animals. Zebra, tiger and rhinoceros are the wild animals. Then pet animals. Pet animals means the animals are found near our home. നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ആയിട്ടുണ്ടാകുന്ന നമ്മുടെ വളർത്തുമൃഗങ്ങളെയാണ് എന്ത് പറയുന്നത്? പെറ്റ് ആനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആനിമൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. Some are big animals and some are small animals. The big animals are elephant, bear, giraffe, lion, big animals, and the small animals are mongoose, cat, sparrow, squirrel are the small animals. Okay, നമ്മുടെ അഫ്രാസിന്റെ വീട്ടിലെ എന്താണ്, 2 പൂച്ചക്കുട്ടികളല്ലേ? 2 കിറ്റനെ കാണുന്നുണ്ടോ എല്ലാവരും? അഫ്രാസ് എടുത്തുകൊണ്ട് വന്ന് കാണിക്കുന്നുണ്ട് അല്ലേ? 2 കിറ്റൺ പൂച്ചക്കുട്ടികളല്ലേ അഫ്രാസിന്റെ വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ പെറ്റ് ആനിമൽസ് അല്ലേ? ഓക്കെ, then wild animals and pet animals. Wild animals are the animals lives in jungle അല്ലേ? കാടുകളിൽ തന്നെയുള്ള മൃഗങ്ങളെ, എപ്പോഴും കാട്ടിൽ തന്നെ താമസിക്കുന്ന മൃഗങ്ങളെയാണ് നമ്മൾ വൈൽഡ് ആനിമൽസ്, വന്യമൃഗങ്ങൾ എന്ന് പറയാറ്. വൈൽഡ് ആനിമൽസ്. Then pet animals. Some animals are found near our home. We keep them as pets. നമ്മൾ എന്താണ്, നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ കാണുന്ന കുറേ മൃഗങ്ങളുണ്ട് അല്ലേ? അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെറ്റ് ആനിമൽസ് എന്ന് പറയുന്നത്. വി കീപ് ദം ആസ് അവർ പെറ്റ്. അവരെ എപ്പോഴും നമ്മൾ എന്താണ്, നമ്മുടെ പെറ്റ്സ് ആയിട്ട് നല്ല കെയർ ഒക്കെ കൊടുത്ത് നല്ല സ്നേഹത്തിൽ നമ്മൾ നോക്കുമല്ലേ? അവരൊന്നും എന്താണ്, കാട്ടിൽ ജീവിക്കുന്നവരല്ല അല്ലേ? അവർ നമ്മുടെ വീട്ടിലും വീടിന്റെ പരിസരങ്ങളിലും ഒക്കെയാണ് താമസിക്കാറ്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മൾ ഇന്ന് 4 കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. there are different kinds of animals എന്ന് പഠിച്ചു അല്ലേ? കുറെ മൃഗങ്ങളുണ്ട്, പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. So the main thing is some animals are big animals and some animals are small animals. Then wild animals and domestic pet animals. Okay,
വൈൽഡ് ആനിമൽസ് ആൻഡ് പെറ്റ് ആനിമൽസ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കിയത് അല്ലേ. ദെൻ ബേർഡ്സ് ആണ്. ദെൻ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ടൈം ഇതാ കഴിയാൻ വേണ്ടി പോവാണ്. ദെൻ ബേർഡ്സ് ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ബേർഡ്സിന്റെ ഒക്കെ പേരൊക്കെ കളക്ട് ചെയ്തിട്ട് വരിക അല്ലെ. ഏതൊക്കെ ബേർഡ്സിനെ അറിയാമെന്നൊക്കെ നോക്കിയിട്ട് വരിക. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2-3 ബേർഡ്സിന്റെ പിക്ചേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ദെൻ ബേർഡ്സ്, ഇൻസെക്ട്സ് ഇതൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ which are the big animals and which are the small animals, which are wild animals, which are pet animals, ഇതൊക്കെ പഠിച്ചിട്ട് വായിച്ചു നോക്കി പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി. ഓക്കെ, നമുക്കെന്നാ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇന്ന് തരാം കേട്ടോ. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇന്ന് തന്നെ തരാം. ഓക്കെ, ഇന്നലെ മിസ്സിന് സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇന്നലെ